ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും. രേണുസുധിയുടെ സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത്. ഇതൊരു അബദ്ധം പറ്റിയ പോലെ പറയാൻ കാര്യം അതാണ്. അവർ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നത്. അബദ്ധം വെച്ച ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാൾക്ക് ചെയ്യേണ്ടി വന്നു. അതൊരു അബദ്ധമായിട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. കണ്ടില്ലേ, അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ? അതായത് നമ്മൾ ചെയ്തു കൊടുത്തൊരു അബദ്ധമായി പോയി. അദ്ദേഹത്തിന്റെ മനം നൊന്താണ് അദ്ദേഹം ആ വാക്കുകൾ പറയുന്നത്. ഓരോ കാര്യങ്ങളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഒരു ബിഷപ്പായിട്ടുള്ള എന്നെ, ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഇത്രയും അറിയപ്പെട്ട് നിൽക്കുന്ന ഒരു എന്നെ ഈ രീതിയിലേക്ക് വരച്ച് കാണിച്ച് വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് രേണുസുധി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഗതി പിടിച്ച് മുന്നോട്ട് പോവുക? ഒരു സഹായിച്ചൊരു വ്യക്തിയെ നിങ്ങൾ അവരുടെ പാദസേവ ചെയ്യണോ അല്ലെ പൂമാലയിട്ട് പൂജിക്കണമെന്നും നമ്മളാരും പറയുന്നില്ല. പക്ഷേ ഒരു സമയം വന്നപ്പോൾ, ഒരു മോശപ്പെട്ട സമയം വന്നപ്പോൾ നിങ്ങളെ സഹായിച്ച ആളുകളെ നിങ്ങൾക്ക് ഇത്തിരി സ്നേഹത്തോടെ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, അവരുടെ കുറ്റം പറയാതിരുന്നൂടെ? ഉപകരിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കരുതെന്ന് പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് അവർക്കൊരു ഉപകാരം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ?